വന്ദന, രഞ്ജിത, കൃഷ്ണവേണി. എന്ത് ചെയ്യാൻ ഞാൻ പഠിക്കുക. അത് അമ്മയാ. അമ്മയായിരുന്നു ഞാൻ നിങ്ങൾ കൂടെ പഠിക്കുന്ന ആൾക്കാരാന്ന് വിചാരിച്ചു. സന്തൂർ മമ്മിയില്ല. ഇപ്പൊ മഴയൊക്കെ അല്ലേ, മഴ എന്ന് പറയുമ്പോ പെട്ടെന്ന് ഓർമ്മ വരുന്നുണ്ട് മഴ പാട്ട്. അതെ, മഴ ഒരു പഴയ ഒരു എന്റെ ഓർമ്മ വരിക പണ്ട് സ്കൂളിൽ പോയതോ. എനിക്ക് ഒത്തിരി ഇഷ്ടം മഴ കാണാനും. അത് കാണുമ്പോ എന്തോ ഒരു വല്ലാത്ത ഫീൽ എനിക്ക്. അപ്പൊ ആക്ച്വലി ഞാൻ ഖത്തറിലെ വർക്ക് ചെയ്യുന്നത്. എനിക്ക് ഇവിടെ വന്നപ്പോ സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷം ഈ മഴ കണ്ടു. മഴയും പരിപാടിയായിട്ടില്ലേ? അപ്പൊ ഈ മഴ ആയതുകൊണ്ട് പുറത്തു പോകാൻ പറ്റാത്ത ബുദ്ധിമുട്ട്. ആക്ച്വലി ഞാൻ എൻജോയ് ചെയ്യണ വ്യക്തിയാണ്. എനിക്ക് ഇച്ചിരി മഴ നനയണ ഇഷ്ടമാണ്. ചേച്ചിയുടെ കാലത്ത് ഈ കളക്ടർ അവധി കൊടുക്കുന്ന പരിപാടി ഇല്ലല്ലോ? ഇല്ല. അപ്പൊ ഞാൻ ഇന്നലെ കൂടി എന്റെ മക്കളോട് പറഞ്ഞു, പണ്ടൊക്കെ ഞങ്ങള് മഴക്കാലത്തൊക്കെ അത് എൻജോയ് ചെയ്ത് സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നതാണ്. ഇവര് ഇപ്പൊ മഴ നോക്കിയിരിക്കുന്ന ഹോളിഡേ കിട്ടാൻ വേണ്ടിയാണ്. അപ്പൊ ആ കാലഘട്ടത്തിൽ മീൻസ് ഒരു 85, 86 കാലഘട്ടത്തിലൊക്കെ ഞങ്ങൾക്കൊന്നും ഹോളിഡേ കിട്ടിയില്ല. പക്ഷെ ഞാനൊക്കെ സ്കൂളിൽ ഇരുന്ന മഴയൊക്കെ കാണുമ്പോൾ ഞാൻ ഗവൺമെന്റ് സ്കൂളിലാണ് പഠിച്ചത്. ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട്. പാത്രമൊക്കെ കഴുകാനായിട്ട് ആ വെള്ളം വരുന്നൊക്കെ വെച്ച് വെള്ളമൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തേക്കുന്നതാ. ഓക്കെ, എന്നാ ഒരു ചോദ്യം ചോദിക്കും. ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ കേക്കേഴ്സ് നൽകുന്ന ഒരു സ്ലൈസ് ഓഫ് കേക്ക്. സിമ്പിളാ. ഇപ്പൊ ഇത്രയും നമ്മൾ മഴയെ കുറിച്ച് പറഞ്ഞാൽ മഴ വരുന്ന ഒരു 5 മലയാള പാട്ട്. മഴപാടും കുളിരായി. പിന്നെ തൂമഴ അറിയോ? മറ്റേ മഴയേ തൂമഴയേ. പിന്നെ മഴത്തുള്ളികൾ. മറ്റേ പാട്ട് വട്ടത്തില്. പിന്നെ ഇപ്പൊ എത്ര 3 പിന്നെ മഴയോ പൂമഴയോ ചിന്നം ചിന്നം. അത് പഴയൊരു പാട്ടാ. പഴയെന്ന് പറഞ്ഞോണ്ട് ഞാൻ ഇങ്ങനെ അപ്പൊ സമ്മതിച്ചോളൂ. കേട്ടില്ലേ? അതിനെ പാട്ടില്ലേ? പവിഴമഴയെ. എന്നിരുന്നാലും 3 പേർക്കും കൂടെ കേക്ക് നൽകുന്ന ഒരു സ്ലൈസ് ഓഫ് കേക്ക്. താങ്ക് യു. നിങ്ങളുടെ ബർത്ത്ഡേ ഉണ്ട് ഈ മാസം? സെലിബ്രേറ്റ് ഇന്ന് കേക്ക് മേടിച്ച് കട്ട് ചെയ്യുകയാണെങ്കിൽ ഞാനൊരു 20% ഡിസ്കൗണ്ട് കൂപ്പണേ. ഇന്നലെ വേണേ മേടിക്കാം. അങ്ങനെ അടി പൊളിക്കുന്നു. കേക്ക് റിസ് നൽകുന്ന ഒരു സ്ലൈസ് ഓഫ് കേക്ക്. ഇത്ര ആഘോഷിക്കുന്ന അമ്മയ്ക്ക് ഒരു 20% ഡിസ്കൗണ്ട്. അപ്പൊ കേക്കൊക്കെ മേടിച്ചത് കട്ട് ചെയ്ത് പൊളിക്കാം. അനശ്വര. വിനിത. ഞാൻ +2 പഠിക്കണേ. ഹൗസ് വൈഫ്. മഴ വരുന്ന ഒരു 5 മലയാള പാട്ട്. തമിഴൊക്കെ പാടാം. മലയാളം. മഴത്തുള്ളികൾ. മഴത്തുള്ളികളൊന്ന്. മഴയേ ജൂണിലെ നിലാമഴ. 3 പിന്നെ മഴയേന്നൊരു പറഞ്ഞൊരു പാട്ടില്ല. മഴ കൊഞ്ചൽ പോലെ. പിന്നെ 3 മഴയേത് പാട്ടാ? അത് പാടാനറിയും. മഴയേ എന്നിട്ട് പാട്ടുണ്ടല്ലോ. അതെ ഞാൻ മഴയേ. പിന്നെ ചുമ്മാ മഴയും മഴക്കാലം മഴക്കാലം അങ്ങനെ പാട്ടില്ല. മഴയേ പാട്ടില്ല. പിന്നെ ഒന്നായി ഒന്നുകൂടെ പറഞ്ഞാല് സെറ്റ് ചെയ്യാം. ഇഷ്ടം പോലെ പറഞ്ഞ തമിഴല്ലേ? തമിഴ് ഞാൻ പാടിക്കാം. ഈ 5 ആക്കി കഴിഞ്ഞാൽ തമിഴ് പറയാം. മമ്മമാരി മഴയെ കാറ്റടിച്ച് അങ്ങനെ ഒരു പാട്ടില്ലേ? അപ്പൊ 5 പാട്ടായി പറഞ്ഞല്ലേ. കേക്ക് റിസ് നൽകുന്ന ഒരു സ്ലൈസ് ഓഫ് കേക്ക്. ഓക്കെ, നിങ്ങളുടെ ബർത്ത്ഡേ ഉണ്ട് ഒന്ന് ഈ മാസം. ആരുടെയാ? അപ്പൊ ജൂലൈ 17 മോന്റെ ബർത്ത്ഡേക്ക് കേക്ക് റിസിന്റെ വക ഒരു ഡിസ്കൗണ്ട് കലക്കും. അഞ്ജിത. വിദ്യ. ഞാൻ ഇൻഫോ പാർക്കിൽ വർക്ക് ചെയ്യാ. ഞാൻ മേക്കപ്പ് ആർട്ടിസ്റ്റാ. ഫ്രണ്ട്സ് ആണോ? അല്ല, ഇതെന്റെ ബ്രൈഡാണ്. അൺഎക്സ്പെക്ടഡ് ആയിട്ട് കണ്ടതാണ്. ബ്രൈഡാണ്. ലവ് മാരേജ് ആണ്. എനിക്ക് എന്താ അറിയില്ല, എവിടെ അത് മണത്തു. ലവ് മാരേജ് ആണെന്നല്ലേ. നമുക്കൊരു ലവ് സ്റ്റോറി കേൾക്കാം. അത് ഞാൻ എന്റെ കണ്ടന്റിന് വേണ്ടി വെച്ചേക്കുക. മേക്കപ്പ് വീഡിയോ ചെയ്യുമ്പോ ഞങ്ങള് പറയാൻ വേണ്ടിട്ടാണ്. ഇൻഫോസിസിൽ വർക്ക് ചെയ്യാം. കോയമ്പത്തൂർ. നിങ്ങൾ? ഞാൻ ഇവിടെ. ഓൺലൈൻ പ്രണയം അല്ല, ഒരുമിച്ച് പഠിച്ചത്. അടുത്തത് അശ്വമേധം. 10 ചോദ്യങ്ങൾ യജ്ഞം. 2 ചോദ്യം കഴിയുമ്പോ പിന്നെ സ്കൂളിൽ ഒരുമിച്ച് പഠിച്ചത് അല്ല, കോളേജിൽ ഒരുമിച്ച് പഠിച്ചു. അപ്പോ 6 വർഷത്തെ പ്രണയം 7. അല്ലേ? കറക്റ്റ് ആൻസർ, ഉത്തരം കിട്ടി.
ഭയങ്കരം തന്നെ. അടിപൊളി. അപ്പോൾ ഒരു ചോദ്യം ചോദിക്കാം. ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ കേക്ക് റിൽസ് നൽകുന്ന ഒരു സ്ലൈസ് ഓഫ് കേക്ക്. പൊളിക്കല്ലേ? ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഈസിയാണ്. മഴയുമായി ബന്ധപ്പെട്ട ഒരു 5 പാട്ട്. 5 പാട്ടാ? പവിഴമഴ, ചിറാപ്പുഞ്ചി, ഇപ്പോഴത്തെ ട്രെൻഡിങ്. അവരുടെ ഇത് ചിറ പുഞ്ചി മഴയത്ത്. അവസാനം 5 ഓക്കെ. പവിഴമഴ പവിഴമഴ അതാണ്. അതന്നെ. പിന്നെ വെള്ളയും മഴ. അത് തമിഴല്ലേ? മലയാളം മലയാളം വേണോ? മഴക്കാലം എനിക്കായി അവന്റെ ഒരു പാട്ടില്ലേ ദുൽഖറിന്റെ. മഴക്കാലം എനിക്ക് ഓക്കെ. 3 2 കൂടെ. പവിഴമഴ. മണിയാണ്. ഇത് ഉണ്ട് അങ്ങനെ സാറുണ്ട്. മഴത്തുള്ളികൾ പൊഴിഞ്ഞു മഴയേ തുമഴ. അതാണ് ആദ്യം പാട്ട്. മഴനീർത്തുള്ളികൾ. ഒരു 8 ചോദിക്കായിരുന്നു. 5 പാട്ട് പറഞ്ഞു. ഞാനിത് കിട്ടിയില്ലെങ്കിൽ അവിടെ കോയമ്പത്തൂർക്ക് വിളിച്ച് ചോദിക്കുന്നത് പറയാതിരിക്കായിരുന്നു. പക്ഷേ പോയി. അപ്പൊ കറക്റ്റായിട്ട് 5 പാട്ടും പറഞ്ഞു. കേക്ക് ലിസ്റ്റ് നൽകുന്ന ഒരു സ്ലൈസ് ഓഫ് കേക്ക്.